ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. LIC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ച് അവയെ ഇല്ലാതാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ വനിതാ കൺവെൻഷൻ. 29ാമത് IFFK വിളംബര ടൂറിംഗ് ടാക്കീസിന് കോഴിക്കോട്ട് സ്വീകരണം. മക്കൾ PVG പുരസ്കാരം തോമസ് ചേനത്തും പറമ്പിലിന് സമർപ്പിച്ചു. അപൂർവ റെക്കോർഡുകളുടെയും ഗ്രാമഫോണുകളുടെയും പ്രദർശനമൊരുക്കി ഗ്രാമഫോൺ ഷാഫി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. LIC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ച് അവയെ ഇല്ലാതാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ വനിതാ കൺവെൻഷൻ. LIC മേഖലയിലെ നിരവധി വിഷയങ്ങളിൽ ജാഗ്രതയോടെയുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൺവെൻഷൻ നടന്നത്. വിവിധ മേഖലകളിൽ നടപ്പാക്കി വരുന്ന നവ ലിബറൽ നയങ്ങളുടെയും തീവ്ര സാമ്പത്തിക പരിഷ്കാരങ്ങളുടെയും ആഘാതം കൂടുതലായി ഏൽക്കേണ്ടി വരുന്നത് സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കടന്നാക്രമണങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ വനിതാ കൺവെൻഷൻ ചേർന്നത്. സരോജ് ഭവനിൽ നടന്ന 33ാമത് വനിതാ കൺവെൻഷൻ AKGCT കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ സോണിയ ഇപ്പ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ സംഘടനാ റിപ്പോർട്ടിംഗിലാണ് ലോകത്ത് നടക്കുന്നത്, ഇന്ത്യയിൽ നടക്കുന്നത്, കേരളത്തിൽ നടക്കുന്നത്, നമ്മുടെ ചുറ്റുവട്ടം. ഇപ്പൊ നമ്മുടെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് ഈ സംഘടനാ പ്രവർത്തനത്തിൽ ഓരോ തൊഴിലാളി സംഘടനയും എന്തിനാണ് സബ് കമ്മിറ്റികൾ ഉണ്ടാക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എല്ലാവരുടെയും പ്രശ്നം ഒന്നല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സബ് കമ്മിറ്റി? അങ്ങനെയല്ല എന്ന് എല്ലാ സംഘടനകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളെ, ജീവനക്കാരികളെ പ്രത്യേകമായി സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. AIIEA വൈസ് പ്രസിഡന്റ് PP കൃഷ്ണൻ, സംഘടനാ ജോയിന്റ് കൺവീനർ KR വിനി എന്നിവർ സംസാരിച്ചു. സൈബർ ലോകത്തെ ചതിക്കുഴികൾ എന്ന വിഷയത്തിലുള്ള ബോധവൽക്കരണ ക്ലാസിന് പോലീസ് സൈബർ ക്രൈം ഉദ്യോഗസ്ഥൻ ബീരജ് K നേതൃത്വം നൽകി. വനിതാ സബ് കമ്മിറ്റി കൺവീനർ T ബിന്ദു, ജനറൽ സെക്രട്ടറി MJ ശ്രീറാം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 29ാമത് IFFK വിളംബര ടൂറിംഗ് ടാക്കീസിന് കോഴിക്കോട്ട് ഊഷ്മള സ്വീകരണം നൽകി. മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറിയിൽ നൻപകൽ നേരത്ത് മയക്കം പ്രദർശിപ്പിച്ചു. നടി റിയ ഇഷ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ചുള്ള ടൂറിംഗ് ടാക്കീസ് വിളംബര ജാഥയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ഊഷ്മള സ്വീകരണം. ടൂറിംഗ് ടാക്കീസിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറിയിൽ മലയാള സിനിമ നൻപകൽ നേരത്ത് മയക്കം പ്രദർശിപ്പിച്ചു. പ്രദർശന പരിപാടിയിൽ സംവിധായകൻ പ്രദീപ് ചോക്ലി അധ്യക്ഷത വഹിച്ചു. നടിയും മോഡലുമായ റിയ ഇഷ മുഖ്യാതിഥിയായി. ടൂറിംഗ് ടാക്കീസ് എന്ന ഈ ഒരു ചലച്ചിത്ര അക്കാദമിയുടെ, കാരണം ഈ IFFKയിൽ പലർക്കും നമുക്ക് ആദ്യം മിക്ക ആൾക്കാർക്കും അത് കാണാനുള്ള അവസരങ്ങൾ ലഭിക്കാറുണ്ടാവും. ചിലപ്പോൾ ടൈമിലായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങൾ എത്തിപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ കേരളത്തിലുടനീളം ഈ ഒരു ചലച്ചിത്ര പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെടുത്തിരിക്കുന്ന ചലച്ചിത്ര അക്കാദമി എടുത്തിരിക്കുന്ന വലിയൊരു മുൻകൈ തന്നെയാണ്. ഇതിൽ 4ാമത്തെ വർഷമാണ്. അപ്പോൾ ഈ 4ാമത്തെ വർഷം ഇനിയും അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഇത് തുടരാൻ സാധിക്കട്ടെ എന്ന്
വളരെയധികം ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥനയും എൻ്റെ എല്ലാവിധ ആശംസകളും. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ചന്ദ്രൻ മാസ്റ്റർ, മലബാർ ദേവസ്വം ബോർഡ് അംഗം പ്രജീഷ് തിരുത്തിയിൽ, കെ ജെ തോമസ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി മേഖലാ കോർഡിനേറ്റർ നവീന വിജയൻ സ്വാഗതവും മിഥുൻ രാജ് നന്ദിയും പറഞ്ഞു. ഡിസംബർ 13 മുതൽ 20 വരെയാണ് തിരുവനന്തപുരത്ത് രാജ്യാന്തര ചലച്ചിത്രമേള അരങ്ങേറുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മക്കൾ PVG പുരസ്കാരം സംവിധായകനും അഭിനേതാവുമായ തോമസ് ചേനത്തും പറമ്പിലിന് സമർപ്പിച്ചു. മന്ത്രി വി അബ്ദുറഹിമാനിൽ നിന്നും തോമസ് അവാർഡ് ഏറ്റുവാങ്ങി. മക്കൾ പ്രസിഡന്റ് സി ചാക്കുണ്ണിയടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. മക്കൾ PVG പുരസ്കാരം തോമസ് ചേനത്ത് പറമ്പിലിന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ സമർപ്പിച്ചു. സംവിധായകനും അഭിനേതാവും എഴുത്തുകാരനും മുതിർന്ന പൗരനുമായ അവാർഡ് ജേതാവിന് ഉപഹാരം നൽകാൻ കഴിഞ്ഞതിൽ അതീവ സന്തുഷ്ടനാണെന്നും സിനിമാ മേഖലയിലെ യുവതലമുറ അദ്ദേഹത്തെ മാതൃകയാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചലച്ചിത്ര നിർമ്മാതാവും സാമൂഹിക സാംസ്കാരിക കായിക ജീവകാരുണ്യ പ്രവർത്തകനും പ്രമുഖ സംഘടനകളുടെ അമരക്കാരനുമായ PVGയുടെ മലയാള ചലച്ചിത്ര കാണികൾ സംഘടന സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് തോമസ് ചേനത്ത് പറമ്പിലിന് അവാർഡ് നൽകുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും പൊന്നാട അണിയിച്ച് ആദരിക്കാനും ലഭിച്ച അവസരം ചാരിതാർത്ഥ്യം നൽകുന്നുവെന്നും മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സാധാരണ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാറില്ലെന്നും അദ്ദേഹത്തിന്റെ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന പുസ്തകമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നിമിത്തമായതെന്നും അവാർഡ് തുകയായ 25,000 രൂപ ജീവകാരുടെ പ്രവർത്തനത്തിന് അർഹിക്കുന്ന കരങ്ങളിൽ തന്നെയാണ് ഏൽപ്പിച്ചതെന്നും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞു. ചടങ്ങിൽ മക്കൾ പ്രസിഡന്റ് ഷെവലിയാർ സി ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ സൂര്യദാസ് പ്രസക്തി പത്രം സമർപ്പിച്ചു. മക്കൾ വൈസ് പ്രസിഡന്റ് എ ശിവശങ്കരൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. ഡോക്ടർ ജയ്കിഷ് ജയരാജ്, കാലിക്കറ്റ് ചേംബർ മുൻ പ്രസിഡന്റ് റഫി പി ദേവസി, ഗവൺമെന്റ് ഡെന്റൽ കോളേജ് HOD ഡോക്ടർ കുഞ്ഞമ്മ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മലബാറിന്റെ ആസ്ഥാനവും പുരാതന വാണിജ്യ നഗരവും ഇപ്പോൾ UN സാഹിത്യ പൈതൃക നഗരം എന്ന പദവി കൂടി ലഭിച്ച കോഴിക്കോട് നഗരത്തിൽ നിന്ന് ലഭിച്ച ആദരവ് മനസ്സിൽ മായാതെ സൂക്ഷിക്കുമെന്നും ഇതൊരു വേറിട്ട അനുഭവമാണെന്നും തോമസ് ചേനത്തുപറമ്പിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ AK അസംഗൻ സ്വാഗതവും മക്കൾ കൺവീനർ PI അജയൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗ്രാമഫോൺ ഷാഫിയുടെ ഗ്രാമഫോണുകളുടെയും റെക്കോർഡുകളുടെയും പ്രദർശനം സാസോർ അവാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിൽ തുടരുന്നു. 168 വർഷങ്ങൾക്ക് മുൻപുള്ള സിംഫോണിയൻ മ്യൂസിക് ബോക്സ് മുതൽ 25ഓളം പ്രവർത്തനക്ഷമമായ ഗ്രാമഫോണുകൾ പ്രദർശനത്തിലുണ്ട്. ശബ്ദം രേഖപ്പെടുത്താനും വീണ്ടും അതേപടി പുറപ്പെടുവിക്കുന്നതിനുമായി 1870-കൾ മുതൽ 1980-കൾ വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഗ്രാമഫോൺ. തുടക്കത്തിൽ ഇത് ഫോണോഗ്രാഫ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാലാന്തരത്തിൽ ഗ്രാമഫോണിന് പല മാറ്റങ്ങളും സംഭവിച്ചു. 70കളുടെ അവസാനത്തിൽ രംഗത്ത് വന്ന ടേപ്പ് റെക്കോർഡറിന്റെ ആവിർഭാവത്തോടെ ഗ്രാമഫോണിനെ ആളുകൾ കൈയൊഴിഞ്ഞു. പിന്നീടുള്ള കാലത്ത് വ്യക്തതയുള്ള ശബ്ദം ശ്രവിക്കുന്നതിനും കുലീനതയുടെയും ഉയർന്ന ജീവിത നിലവാരത്തിന്റെയും ഭാഗമായും ഗ്രാമഫോൺ സ്റ്റാറ്റസ് സിംബലായി ഒരു വിഭാഗം ഉപയോഗിച്ചു. ഇക്കാലത്താണ് ഗ്രാമഫോൺ വീണ്ടും ജനകീയമായത്. ഇന്ത്യയുടെ ഉത്തര പശ്ചിമ പൂർവ്വദേശങ്ങളിൽ സഞ്ചരിച്ച് കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലത്ത് ഗ്രാമഫോൺ ഷാഫി ശേഖരിച്ച ഗ്രാമഫോണുകൾ, റെക്കോർഡുകൾ, വാൽവ് റേഡിയോകൾ, പഴയകാലത്തെ ടെലിഫോൺ, പ്രൊജക്ടർ തുടങ്ങിയവയുടെയും ഗാന്ധിജി, നെഹ്റു, നേതാജി, ടാഗോർ, സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി എന്നീ ദേശീയ നേതാക്കളുടെ പ്രസംഗങ്ങളുടെയും ശബ്ദ റെക്കോർഡുകളുടെയും വന്ദേമാതരം, ദേശീയഗാനം എന്നിവയുടെ റെക്കോർഡുകളുടെയും പ്രദർശനം കല്ലായി സാസോർ ആവാസ് ഹാളിൽ വെച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെന്റ് സംഘടിപ്പിച്ച സാഹിത്യരചനാ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. ഡിസംബർ 21 തൃശൂരിൽ നടക്കുന്ന പരിപാടിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. കവിതാ രചന ഒന്നാം സ്ഥാനം ലഭിച്ചത് ഉഷ കാരാട്ടിൽ, GBHSS മഞ്ചേരി. രണ്ടാം സ്ഥാനം കുമാരി ബിന്ദു RS, GUPS കണിയാപുരം, തിരുവനന്തപുരം ജില്ലയിൽ. മൂന്നാം സ്ഥാനം സിസ്റ്റർ ജോസലിൻ ജോസഫ്, സെന്റ് ജോസഫ് HSS വിളക്കുമാടം, കോട്ടയം. ഉപന്യാസം ഒന്നാം സ്ഥാനം സന്തോഷ് P, GHSS അലനല്ലൂർ, പാലക്കാട്. രണ്ടാം സ്ഥാനം ഡോക്ടർ ഫസീല PK, SSM HSS അഴീക്കോട്, തൃശൂർ. മൂന്നാം സ്ഥാനം ജലീൽ കരുവാരക്കുണ്ട്, PTMA UP സ്കൂൾ, മുള്ളിയാകുറിശി, മലപ്പുറം. കഥാരചന ഒന്നാം സ്ഥാനം ഡോക്ടർ സിന്ധു ES, GHSS പെരിങ്ങളം, കോഴിക്കോട്. രണ്ടാം സ്ഥാനം സമീർ MM, GHSS കുഞ്ഞോം, വയനാട്. മൂന്നാം സ്ഥാനം ജിജേഷ് കൊറ്റാടി, GMLPS പാപ്പിനിശ്ശേരി, കണ്ണൂർ. കഥ, കവിത, ഉപന്യാസം എന്നീ വിഭാഗങ്ങളിൽ നിരവധി അധ്യാപകർ സംസ്ഥാനതല സാഹിത്യരചന മത്സരത്തിൽ പങ്കെടുത്തു. ഡിസംബർ 21 തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ആൽഫ തലമുറയിലെ വിദ്യാർത്ഥികളും അധ്യാപകനും എന്ന തലക്കെട്ടിൽ നടക്കുന്ന സെമിനാറിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഒന്നാം സമ്മാനമായി 3000 രൂപയും, രണ്ടാം സമ്മാനമായി 2000 രൂപയും, മൂന്നാം സമ്മാനമായി 1500 രൂപയുമാണ് നൽകുകയെന്ന് KSTM സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് V ഷെരീഫ് മാസ്റ്റർ, സ്റ്റേറ്റ് PR സെക്രട്ടറി NPA കബീർ, സംസ്ഥാന കൗൺസിൽ അംഗം വഹിദ ജാസ്മിൻ, ജില്ലാ പ്രസിഡന്റ് ഫാസിൽ MV എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ മനോജ് ഓർമ്മയായിട്ട് 2 വർഷം. ശ്രീ മനോജ് അനുസ്മരണ പരിപാടിയും ശ്രീ മനോജ് മാധ്യമ പുരസ്കാര വിതരണവും ഡിസംബർ 6 കാലിക്കറ്റ് ചേംബർ ഹാളിൽ നടക്കുമെന്ന് അനുസ്മരണ സമിതി അറിയിച്ചു. ശ്രീ മനോജിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെല്ലാവരും ഒത്തുചേർന്നിട്ടാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി ഒരു മാധ്യമ പുരസ്കാരവും നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ശ്രീ മനോജ് അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ച് ശ്രീ മനോജ് മാധ്യമ പുരസ്കാരവും സമ്മാനിക്കും. മാതൃഭൂമി ന്യൂസിലെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ K മധുവിനാണ് ഈ വർഷത്തെ ശ്രീ മനോജ് മാധ്യമ പുരസ്കാരം. 1001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് പുരസ്കാരം. പ്രാദേശിക മാധ്യമ പ്രവർത്തകന് നൽകുന്ന പുരസ്കാരത്തിന് KCL ന്യൂസിലെ രാകേഷ് പാലാഴി അർഹനായി. പരിപാടിയുടെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും തോട്ടത്തിലെ രവീന്ദ്രൻ MLA നിർവഹിക്കുമെന്നും ശ്രീ മനോജ് അനുസ്മരണ സമിതി ഭാരവാഹികളായ P അനിൽ, KG സുരേഷ്, KP രമേശ്, അനൂപ് കോവിൽ വീട്ടിൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിർമ്മിതിയിലെ പുത്തൻ പ്രവണതകൾ അനാവരണം ചെയ്യുന്ന ചർച്ചകളുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് ദക്ഷിണേന്ത്യൻ സമ്മേളനം വൈത്തിരിയിൽ തുടരുന്നു. പ്രകൃതിക്ക് അനുയോജ്യമായ നിർമ്മാണ രീതികളും നൂതന ആശയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. And this timeline expression that captures the rhythm and the materiality. വെള്ളിയാഴ്ച രാവിലെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്റ്റിന്റെ ദക്ഷിണ മേഖലാ സമ്മേളനത്തിന് വൈത്തിരി റിസോർട്ട് വില്ലേജിൽ തുടക്കമായത്. കേരളം, കർണാടക, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നായി 700ഓളം ആർക്കിടെക്റ്റുകളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വൈത്തിരി വില്ലേജ് റിസോർട്ടിൽ നടക്കുന്ന ദ്വിദിന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ നിർവഹിച്ചു. വയനാടിന്റെ പൊതുനിർമ്മിതിക്കായി IIA ഉൾപ്പെടെ നൽകുന്ന സേവനങ്ങൾ വിലപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു.
പ്രകൃതി സൗഹൃദ നിർമ്മിതികൾ സംബന്ധിച്ച് സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ സർക്കാരിന് സമർപ്പിക്കുമെന്ന് IIA കേരള ചാപ്റ്റർ ചെയർമാൻ വിനോദ് സിറിയക് പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന മോഡേണിറ്റിയെ പറ്റിയും സസ്റ്റൈനബിലിറ്റിയെ പറ്റിയും അല്ലെങ്കിൽ കാലാവസ്ഥയെ പറ്റിയിട്ടും പുതിയ ടെക്നോളജിയെ പറ്റിയിട്ടും അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ വികസനത്തെ പറ്റി ഇത് ഒരേ ശ്വാസത്തില് ഈ പറയുന്ന ബൈനറികൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ദ്വന്ദ്വ യുഗങ്ങളിൽ നിൽക്കുന്ന ഈ കാര്യങ്ങൾ ഒരുമിച്ച് ഈ വയനാടിന്റെ പുനർനിർമ്മാണത്തിനും അതുപോലെ തന്നെ ഇതേപോലെ പാരിസ്ഥിതിക ആഘാതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്തൊക്കെ പരുവപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെ പരിമിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, ഈ ഒരു ചർച്ചകളിലേക്ക് ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയങ്ങളെല്ലാം ഗവൺമെന്റിലും ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളിലേക്കും ഞങ്ങളുടെ നേതൃത്വത്തിലും ഒക്കെ കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളൊരു പ്രധാനപ്പെട്ട അജണ്ട. കേരളം, കർണാടക, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ 800ഓളം ആർക്കിടെക്റ്റുകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. This is equal on this idea of identity and leaves us with some questions to ponder on. A lot of people say we need to be more Indian in our design approach. What is truly Indian? Is it a geographical notion based on borders that define India? ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. റോട്ടറി കാലിക്കറ്റ് സൗത്ത് ക്ലബിന്റെ ഗവർണർ വിസിറ്റിന്റെ ഭാഗമായി കൊമ്മേരി LP സ്കൂളിന് ഡിജിറ്റൽ കളർ പ്രിന്റർ നൽകി. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സന്തോഷ് ശ്രീധർ പ്രിന്റർ കുട്ടികൾക്ക് കൈമാറി. റോട്ടറി കാലിക്കറ്റ് സൗത്ത് ക്ലബിന്റെ ഗവർണർ വിസിറ്റിനോടനുബന്ധിച്ച് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊമ്മേരി LP സ്കൂളിന് ഡിജിറ്റൽ കളർ പ്രിന്റർ നൽകി. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സന്തോഷ് ശ്രീധർ പ്രിന്റർ കുട്ടികൾക്ക് കൈമാറി. പറഞ്ഞു ഓഫീസിന്റെ പ്രവർത്തനത്തിന് ഒരു പ്രിന്റർ ആവശ്യമാണ്, സ്കൂളിന്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ്. എന്നാലും റോട്ടറി ക്ലബിന്റെ മീറ്റിംഗിൽ ചർച്ച ചെയ്തപ്പോൾ അത് എല്ലാവരും ഏകീകരണമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ക്ലബിലേക്ക് വന്നപ്പോൾ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ നമുക്കത് പ്രിന്റർ എത്തി. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളൊക്കെ നേരത്തെ ഗവർണറൊക്കെ പറയണം ഈ സ്കൂളിൽ ഇരിക്കുമ്പോൾ കസേര വേണ്ട, ബെഞ്ച് മതി എന്നാണ്. ഞങ്ങൾക്കൊരു ഒറ്റാഴ്ചയാണ് സ്കൂൾ. കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും പ്രിന്റർ അത്യാവശ്യമാണെന്നും റോട്ടറി ഇതിന് മുൻകൈയെടുത്ത് ഏറെ നന്ദിയുണ്ടെന്നും ഹെഡ് മിസ്ട്രസ് വിജയശ്രീ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. റോട്ടറി സൗത്ത് ക്ലബിന്റെ പ്രസിഡന്റ് രാജൻ PC അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് യൂനുസ് CK, മദർ PTA പ്രസിഡന്റ് ശ്യാമിലി M, സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് കൺവീനർ ഷാജി K, ജൂബിലി ചെയർമാൻ ശ്രീധരൻ കുഴിങ്ങര, റോട്ടറി സോൺ ചെയർമാൻ K രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. റോട്ടറി സൗത്ത് പ്രസിഡന്റ് K ശ്രീചിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ 1ാം വാർഷിക സംഗമം ഡിസംബർ 1-ന് മാങ്കാവ് ആഴ്ചവട്ടം HSSൽ നടക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മേയറും MP-യും MLA-മാരും പങ്കെടുക്കുമെന്ന് TDRF ഭാരവാഹികൾ അറിയിച്ചു. അപകട ദുരന്ത മുഖങ്ങളിലെ രക്ഷാപ്രവർത്തനമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ അപകടങ്ങളും ദുരന്തങ്ങളും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും നമ്മൾ നടത്തുന്നുണ്ട്. ഇത് സൊസൈറ്റി ആക്ട് പ്രകാരവും NGO രജിസ്ട്രേഷൻ പ്രകാരവും രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ 600-ലേറെ വളണ്ടിയർമാർ നിലവിൽ സജീവമായി പ്രവർത്തന രംഗത്തുണ്ട്. 2019 മുതൽ മലപ്പുറം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ച താലൂക്ക് ദുരന്ത നിവാരണ സേന TDRFന്റെ
ഒന്നാം വാർഷിക സംഗമവും ജീവൻ രക്ഷാ ഉപകരണ വിതരണവും ഡിസംബർ 1 ഞായറാഴ്ച മാങ്കാവ് ആഴ്ചവട്ടം GHSSൽ നടക്കും. പരിപാടി മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. മേയർ ബീന ഫിലിപ്പ്, MK രാഘവൻ MP, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, അഹമ്മദ് ദേവർ കോവിൽ MLA എന്നിവരും മറ്റ് പ്രമുഖരും പങ്കെടുക്കുമെന്ന് സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉമറലി ഷിഹാബ് വാഴക്കാട്, മഠത്തിൽ അസീസ്, നിമിഷ, ഷാഹിദ് ലത്തീഫ് തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാട്ടും കളിയും ചിരിയും അഭിനയവുമായി വിദ്യാരംഗം കലാസാഹിത്യവേദി കോഴിക്കോട് ജില്ലാ സർഗോത്സവം 7 വിവിധ മേഖലകളിലാണ് കുട്ടികൾക്കായി ശില്പശാല നടത്തിയത്. സാഹിത്യ കലാരംഗത്തെ പ്രമുഖർ നേതൃത്വം നൽകി. വിദ്യാരംഗം കലാസാഹിത്യവേദി കോഴിക്കോട് ജില്ലാ സർഗോത്സവം സെന്റ് മൈക്കിൾസ് ഗേൾസ് HSSൽ നടന്നു. എഴുത്തുകാരൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം പ്രവർത്തനങ്ങൾ ഫലപ്രദമായ രീതിയിൽ സ്കൂളുകളിൽ നടക്കുകയാണെങ്കിൽ ഇന്നത്തെ യാന്ത്രികമായ അവസ്ഥയെ മറികടക്കാൻ ഒരു പരിധിവരെ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2 ദിവസങ്ങളിലായാണ് സർഗോത്സവം നടന്നത്. വാർഡ് കൗൺസിലർ അനുരാധ തായാട്ട് അധ്യക്ഷത വഹിച്ചു. കവി വീരാൻകുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് മണിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കോർഡിനേറ്റർ ബിജു കാവിൽ, A ഗിരീഷ് കുമാർ, പ്രമോദ് മോവനാരി, സിസ്റ്റർ സിനിയം കുര്യൻ, സിസ്റ്റർ ലില്ലീസ്, കൃഷ്ണപ്രിയ, രഞ്ജിഷ് ആവള, R നിഷ എന്നിവർ സംസാരിച്ചു. 7 വേദികളിലായി നടക്കുന്ന ശില്പശാലയിൽ 17 ഉപജില്ലകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കഥാരചന, കവിതാരചന, പുസ്തകാസ്വാദനം, കാവ്യാലാപനം, ചിത്രരചന, നാടൻപാട്ട്, അഭിനയം എന്നിങ്ങനെ 7 മേഖലകളിലാണ് ശില്പശാല നടന്നത്. UK കുമാരൻ, വീരാൻകുട്ടി, M രഘുനാഥ്, മനോജ് നാരായണൻ, സത്യൻ മുദ്ര, പ്രദീപ് മുദ്ര, സജീന്ദ്രൻ കാറടുക്ക, മജീഷ് കാരയാട് തുടങ്ങിയവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. 14 മാസമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനതാ കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ HMSന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും ഡിസംബർ 4 ബുധനാഴ്ച നടക്കും. ധർണയിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുമായി 1200ഓളം യൂണിയൻ പ്രതിനിധികൾ പങ്കെടുക്കും. ധർണ സംസ്ഥാന പ്രസിഡന്റ് മനേത്ത് ചന്ദ്രന്റെ അധ്യക്ഷതയിൽ RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ, വർക്കിംഗ് പ്രസിഡന്റ് KK കൃഷ്ണൻ, ട്രഷറർ ഭാസ്കരൻ കൊഴുക്കല്ലൂർ, ജില്ലാ പ്രസിഡന്റ് PM നാണു, സംസ്ഥാന സെക്രട്ടറി ബിജു ആന്റണി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP ശിവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. KSRTC പെൻഷൻ സർക്കാർ ഏറ്റെടുത്ത് എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക, ശമ്പള പരിഷ്കരണത്തിന്റെ അതേ മാനദണ്ഡത്തിൽ പെൻഷൻ പരിഷ്കരണവും നടപ്പാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിസംബർ 3 ചൊവ്വാഴ്ച മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ ട്രാൻസ്പോർട്ട് പെൻഷൻകാരുടെ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ അറിയിച്ചു. രാഷ്ട്രീയ, ട്രേഡ് യൂണിയൻ, പെൻഷൻ സംഘടനാ നേതാക്കളും അംഗങ്ങളും പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി PP കുട്ടികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി K രാജു, ജില്ലാ പ്രസിഡന്റ് N പ്രേമരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം പറക്കോട്ട് രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LIC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിച്ച് അവയെ ഇല്ലാതാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ വനിതാ കൺവെൻഷൻ. 29ാമത് IFFK വിളംബര ടൂറിംഗ് ടാക്കീസിന് കോഴിക്കോട്ട് സ്വീകരണം. മക്കൾ PVG പുരസ്കാരം തോമസ് ചേനത്തും പറമ്പിലിന് സമർപ്പിച്ചു. അപൂർവ റെക്കോർഡുകളുടെയും ഗ്രാമഫോണുകളുടെയും പ്രദർശനമൊരുക്കി ഗ്രാമഫോൺ ഷാഫി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.